അഷ്ടമലയാളത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും പൊതുജനങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന പുതിയ എല്ലാ വ്യക്തികൾക്കും വിനീതമായിട്ട് നമസ്കാരം. ഞാൻ മധുസൂദന പണിക്കർ, അക്കത്തേത്തറ കളരിക്കൽ പാലക്കാട്. 2025 വർഷത്തിൽ മകരക്കൂറുകാർക്ക് ഉത്രാടത്തിന്റെ കാൽഭാഗവും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യ പകുതിയും അടങ്ങുന്ന മകരൻ രാശിക്കാർക്ക് ഈ വർഷം എന്തൊക്കെയാണ് കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ ഗുണദോഷങ്ങളെന്നാണ് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ഈ വീഡിയോ നമ്മൾ 10ാം ഭാവം ബേസ് ചെയ്തുകൊണ്ടാണ് മെയിനായിട്ട് എടുത്തിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. തൊഴിൽ, ബിസിനസ്, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ പരിശോധിച്ചു വരുന്നത്. അപ്പൊ എല്ലാവർക്കും ഉപകാരപ്രദമെന്ന് വിചാരിക്കട്ടെ. വൈകാതെ വീണ്ടും വിശദാംശങ്ങളിൽ നമുക്കൊന്ന് കിടക്കാം. മകരൻ രാശിക്കാർക്ക് ഈ വർഷം വലിയ ഒരു പ്രതീക്ഷകളുള്ള വർഷമായിരിക്കും എന്ന് പ്രതീക്ഷിച്ച് കാണുന്നുണ്ട്. കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളെ ബാധിച്ചിരുന്ന ശനിയുടെ ഒരു എഫക്റ്റ് മാറിക്കിട്ടുന്നു എന്നുള്ളതാണ്. ഏഴര ശനി കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആവുന്നു എന്നുള്ളതാണ്. നമ്മുടെ മേഖലയിൽ ഒരു കാലത്തിന്റെ ഒരു കൺട്രോൾ ഉണ്ടായിരുന്നത്, കർമ്മദോഷത്തിന്റെ ഒരു കൺട്രോൾ ഉണ്ടായിരുന്നത് നമ്മളിൽ നിന്നും അകന്നു പോകുന്നു. ശനിയുടെ എഫക്റ്റ് ഒക്കെ കുറയുന്നത് കൊണ്ടുള്ള ഒരുപാട് ഫലങ്ങൾ ഈ വർഷം നമുക്ക് പ്രതീക്ഷിക്കാം. അതിന്റെ മാറ്റങ്ങള് പതിയാണ് നമുക്ക് വരുന്നതെങ്കിലും പക്ഷെ വലിയൊരു മാറ്റത്തിന്റെ സമയമായിരിക്കുമെന്ന് പ്രത്യേകിച്ച് പറയുന്നു. ഇത്രയും കാലത്തുള്ള അശാന്തികളൊക്കെ മാറും. തീർച്ചയായിട്ടും കർമ്മപരമായിട്ട് ഒരുപാട് മാറ്റങ്ങളുള്ള ഒരു വർഷമായിട്ടാണ് ഈ വർഷം നമുക്ക് കടന്നു പോകുന്നത്. ഒരുപാട് അർഹിക്കുന്ന സ്ഥാനമാനങ്ങളും സമ്പത്തുകളും അതുപോലെ തന്നെ അധികാരങ്ങളും ഒരു കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളും എല്ലാത്തിനും നമുക്കൊരു ദൈവാനുഗ്രഹങ്ങളും ഇതുവരെ നമ്മൾ കാത്തിരുന്നതായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു വിരാമമിട്ട് അതൊക്കെ നമ്മളിലേക്ക് വന്നു ചേരുന്ന സാഹചര്യങ്ങള്, അതുപോലെ തന്നെ പ്രവൃത്തി മണ്ഡലത്തിൽ നല്ല വിജയം, സാമ്പത്തിക ലാഭങ്ങള്, പുതിയ കാര്യങ്ങളുമായിട്ട് കണക്ട് ആവാൻ പറ്റുന്ന ഒരു കാലഘട്ടം, നമുക്ക് തന്നെ പൊതുവെ ഊർജ്ജസ്വലമായിട്ട് തന്നെ പ്രവർത്തിക്കാനും പല കാര്യങ്ങളിലും നമ്മളിലേക്ക് വന്നു ചേരാനും സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കും. അപ്പൊ ഇതുവരെ നമ്മൾ മാറ്റിവെച്ചു, ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ല, അല്ലെങ്കിൽ ചെയ്ത് പരാജയപ്പെട്ടു, അത് വിജയിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ മാറി നമ്മൾ പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിക്കൊണ്ട് തയ്യാറാവണം എന്നാണ് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നത്. ആത്മവിശ്വാസം കൊണ്ടെടുക്കുക കർമ്മമേഖലയായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നമ്മളെ വേറൊരു തലത്തിലേക്ക് എത്തിക്കും എന്നുള്ളൊരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോ നഷ്ടബോധങ്ങൾ മനസ്സിൽ നിന്ന് നമ്മൾ എടുത്തു കളയുക. പാസ്റ്റിൽ നടന്നിട്ടുള്ള വിഷയങ്ങളുമായിട്ട് നമ്മൾ സ്റ്റക്കായി നിൽക്കാതെ വരും കാലത്ത് നമുക്ക് ഏറ്റവും വിജയപ്രദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ മനസ്സ് വെക്കണം. നല്ല പ്ലാനിങ്ങുകൾ വേണം, എഴുതി വെക്കണം. നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് എഴുതി വെച്ച് നമ്മൾ അതിനുവേണ്ടി പരിശ്രമം നടത്തി എല്ലാത്തിനും ഈശ്വരന്റെ ഒരു സഹായം നമുക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു ഡിവൈൻ സപ്പോർട്ട് ഉള്ള ഒരു വർഷമായിട്ടാണ് ഈ വർഷം നമുക്ക് കടന്നു പോകുന്നത്. ഒരുപാട് അവസരങ്ങൾ നമ്മളിലേക്ക് വരികയാണ്. ഇതുവരെ നമുക്ക് വരാത്തതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളിലേക്ക് വരും. അപ്പൊ അതിനെയൊക്കെ നമുക്ക് ഒരു റിസീവ് ചെയ്യാനുള്ളതായിട്ടൊരു മൂഡിൽ നമ്മൾ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു ഡിഫൻഡ് മൂഡിൽ നമ്മൾ നിൽക്കരുത്, അല്ലെങ്കിൽ നമുക്കത് ശരിയാവില്ല എന്നുള്ളതായിട്ടുള്ള കൺഫ്യൂഷനിൽ നമ്മൾ നിൽക്കരുത്. കൺഫ്യൂഷൻ മാറ്റി വെച്ചുകൊണ്ട് ഓരോരുത്തർക്കും അവരവർ പ്രവർത്തിക്കുന്ന മേഖലയായിട്ട് ബന്ധപ്പെട്ട നല്ല എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളുമായിട്ട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക. എല്ലാ കാര്യവും നമ്മൾ മനസ്സിലിട്ട് നടക്കാതെ നിരാശയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകാതെ ആ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഇനി നമുക്ക് പുതിയൊരു വേർഷനിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ ആ ഒരു പുതിയ സർക്കിള് എത്രത്തോളം നമുക്ക് നന്നാക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ നന്നാക്കി കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾക്ക് നമ്മൾ തയ്യാറായി ഒരു റീഫ്രഷ്നെസ് നമുക്ക് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാൻ ശ്രമിക്കണം. അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയും. നമുക്കൊക്കെ ഒരു കുഴപ്പമുണ്ടല്ലോ, നമ്മുടെ കംഫർട്ട് സോണിൽ നിൽക്കും, ഇങ്ങനെയൊക്കെ മതി അങ്ങനെയൊക്കെ മതി അല്ലേ. ആ ലിമിറ്റിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുക. ആ ലിമിറ്റിനെ നമ്മൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു മാറ്റത്തിലേക്ക്, വലിയൊരു എസ്റ്റാബ്ലിഷ്മെന്റിലേക്ക് നമ്മൾ പോകണം. ആഗ്രഹങ്ങൾ കൂടുതൽ നമ്മൾ വേണം എന്നാണ് പറയുക. ആ ലിമിറ്റേഷൻ നിൽക്കുമ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിലേക്ക് വരിക. അങ്ങനെയല്ല, വലിയ പ്രതീക്ഷകൾ നമുക്ക് വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനൊക്കെ ശ്രമിക്കുക. അതിന് നമുക്ക് ഡിവൈൻ സപ്പോർട്ട് ഉണ്ട്. ആ പരിശ്രമങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും വിജയത്തിലെത്തിക്കാൻ സാധിക്കും എന്നാണ് ഈ വർഷം നമുക്ക് വരുന്നതായിട്ടുള്ള സൂചനകൾ. അപ്പോൾ എല്ലാത്തിനും നമുക്കൊരു പ്രാർത്ഥന വേണം. കാരണം അവരവരുടെ സമയങ്ങളൊക്കെ പരിശോധിക്കണം. നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മള് കണക്ട് ആവുന്ന കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ടൊരു കാര്യത്തിലാണോ നമ്മൾ കണക്ട് ആയത്, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള യഥാർത്ഥത്തിലുള്ള ജോലിയാണോ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ മേഖലയാണോ നമുക്ക് ജീവിതത്തിൽ വരേണ്ടത് എന്ന് എല്ലാവരും വളരെയധികം ശ്രദ്ധയോടുകൂടി വീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അതിനാദ്യം നമ്മൾ മനസ്സിലാക്കുക. അതിന് തീർച്ചയായിട്ടും ജാതക പരിശോധന വേണം. ഓരോരുത്തരുടെയും ഈ 10ാം ഭാവമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിശകലനം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് അറിയാൻ സാധിക്കും.
ഏതാണ് ജോലി, ഏതിലാണ് നമുക്കതൊരു ഒരു സ്ഥിരത നമുക്ക് ലഭിക്കുക, എന്താണ് നമുക്കതിൽ എക്സ്പീരിയൻസ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ദശാകാലങ്ങൾ വരുമ്പോൾ നമുക്കത് ചില മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. എങ്കിലും കർമ്മത്തിന്റെ ഒരു സ്വഭാവം ഒരേ മേഖല തന്നെ ആയിരിക്കും. അത് പല വേഷനിൽ പല രീതിയിൽ നമ്മൾ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എഞ്ചിനീയറിംഗ് പലതരങ്ങൾ വന്നു കഴിഞ്ഞു അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ബാങ്കിങ് ആണെങ്കിൽ ബാങ്കിങ്ങിന്റെ പല വേർഷൻസ് നമുക്ക് കാണാനായി കൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പക്ഷെ മേഖല ഒന്നായിരിക്കും എന്നുള്ളതാണ്. ഫിനാൻസ് ആണ് ഫിനാൻസ്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അങ്ങനെ നമുക്ക് അതിനെ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതിപ്പോ നമുക്ക് മോഡേൺ ആയിട്ട് ചെയ്യുമ്പോൾ അത് ഏതുമായിട്ടാണ് നമുക്ക് കണക്ട് ആവാൻ പോകുന്നത്? മോഡേൺ എഡ്യൂക്കേഷൻ, മോഡേൺ ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ജോബ് കരിയർ ആയിട്ട് മേഖലകളിൽ എത്ര കണ്ട് നമുക്ക് ശോഭിക്കാൻ സാധിക്കും? അത് നമ്മുടെ നാട്ടിൽ തന്നെയാണോ നിൽക്കേണ്ടത്, അതോ വിദേശത്താണോ നിൽക്കേണ്ടത്, അല്ലെങ്കിൽ യാത്ര ഇടയ്ക്ക് പോയിട്ട് വരേണ്ട രീതിയിലേക്കാണോ നമുക്ക് അനുഭവത്തിൽ വരേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എന്നിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഇത് പ്ലാൻ ചെയ്യുന്ന വർഷം നമ്മൾ വലിയൊരു തലത്തിൽ നമ്മൾ എത്തിച്ചേരാൻ നമ്മളെ സഹായിക്കും എന്ന് പ്രത്യേകിച്ച് ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങൾ നമ്മൾ സൂചിപ്പിക്കുന്നു. അസ്ട്രോളജി അതാണോ നമുക്ക് വലിയൊരു ഗൈഡൻസ് ആണ് നമുക്ക് ലഭിക്കുക. അപ്പൊ തീർച്ചയായിട്ടും അത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. കൂടെ നമ്മൾ പ്രാർത്ഥനകൾ വേണം. ഭഗവാനെ നല്ലവണ്ണം നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം എല്ലാം ഈശ്വരമായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ ഭഗവത് പ്രീതി ഇല്ലാതെ നമ്മൾ ഒരു കാര്യം ശ്രമിച്ചാലും അത് വിജയപ്രദമായിട്ട് വരാൻ സാധ്യതയില്ല എന്നുകൂടെ നമ്മൾ കണക്കാക്കുന്നത് വളരെയധികം നന്നായിരിക്കും. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാക്കിയെടുക്കുക, നല്ലവണ്ണം പ്രാർത്ഥിക്കുക. എല്ലാം ഡിവൈൻ സപ്പോർട്ടോട് പോകുമ്പോൾ തീർച്ചയായിട്ടും താം പാതി ദൈവം പാതി എന്നാണല്ലോ പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അതിൽ വിജയം കൈവരിക്കാനെ കൊണ്ട് സാധിക്കും എന്നാണ് ഈ വർഷം സൂചിപ്പിക്കുന്നത്. അപ്പൊ മകരക്കുരാർക്ക് ഈ വർഷം ഏതൊക്കെ മേഖലയായിട്ട് ബന്ധപ്പെട്ടാണ് അഭിവൃദ്ധികൾ ഉണ്ടാവുക നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ സാഹിത്യ രംഗങ്ങൾ വളരെയധികം ശോഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. പുരോഹിത വൃത്തികളൊക്കെ ചെയ്യുന്നവർ, അപ്പൊ ഈ ക്ഷേത്ര കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രാചാരങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായിട്ട് വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഈ വർഷം നല്ല ഉന്നതി ഉണ്ടാവാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. അതേപോലെ അത്തരം മേഖലകൾ, ദേവസ്വം മുതലായിട്ടുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും നല്ല ഒരു ഉയർച്ച പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അത്തരം മേഖലകളിലൊക്കെ ധാരാളം ജോലി സാധ്യതകൾക്കും അതുവരെ ശ്രമിക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും അതൊക്കെ കിട്ടാനും സാധ്യത നമുക്ക് കാണുന്നു. അതേപോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റുകളിൽ നമുക്ക് നല്ല ഉയർച്ച ഉണ്ടാവും. ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും തൊഴിലവസരങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഉണ്ടാവും. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ മേഖല ശോഭിക്കാനും ഈ വർഷം പ്രത്യേകിച്ച് കാണുന്നു. അതിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഒരുപാട് നമുക്ക് മാറ്റങ്ങൾ ഈ വർഷം നമുക്ക് ഉണ്ടാവും എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ റിസർച്ച് മേഖലകൾ, എഴുത്തു ജോലികൾ, ഈ ശാസ്ത്ര സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ, IT മേഖലകൾ, നൂതന സാങ്കേതിക ടെക്നോളജി ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ, AI ടെക്നോളജി ഒക്കെ ഇപ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞു വരും. അത്തരം മേഖലകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ വാസ്തുശാസ്ത്രം, ജ്യോതിഷം മുതലായിട്ടുള്ള മേഖലകൾ ഇവിടെയൊക്കെ വളരെയധികം ശോഭിക്കാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് കാണുന്നു. സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയൊക്കെ വളരെയധികം നന്നാവാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. അതേപോലെ വിദേശങ്ങൾ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഒരു അഭിവൃദ്ധി ഉണ്ടാവേണ്ട സമയങ്ങളും, പ്രത്യേകിച്ച് മൈനിങ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പെട്രോളിയം ആ ബന്ധപ്പെട്ട മേഖലകൾ, കപ്പലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട മേഖലകൾ, മെഡിസിൻ്റെതായിട്ടുള്ള മേഖലകൾ ഇവിടെയൊക്കെ വളരെയധികം ശോഭിക്കാൻ സാധ്യതകൾ കാണുന്നുണ്ട്. ഒരുപാട് തൊഴിലവസരങ്ങൾ വരും. സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച താഴ്ചകൾ ഈ വർഷം കുറച്ച് കടന്നു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷെ എങ്കിലും നമുക്ക് പ്രവൃത്തി മണ്ഡലത്തിൽ തീർച്ചയായിട്ടും ഒരു സ്ഥിരത വരാനും അവിടെ ഉയർച്ച ഉണ്ടാവാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അർഹിക്കുന്ന അംഗീകാരങ്ങളും ഒരു സ്ഥിരതയും നമ്മളെ തേടിയെത്തും എന്നുള്ളൊരു സൂചന നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ ക്രയവിക്രയങ്ങളായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ, അതുപോലെ ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വിജയം കൈവരിക്കാൻ സാധിക്കും. പുതിയ ബിസിനസ് കാര്യങ്ങളൊക്കെ നമുക്ക് വരാനുള്ള സാധ്യതകൾ, ഒരുപാട് തൊഴിൽ മേഖലകൾ, കപ്പലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും എന്ന് കാണുന്നതാണ്. പ്രത്യേകിച്ച് ഇവന്റ് മാനേജ്മെന്റ് അങ്ങനെയുള്ള മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും, സാംസ്കാരിക മേഖലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും, മ്യൂസിക്കലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്നതായിട്ടുള്ള വ്യക്തികളും, അതേപോലെ വാഹനം സംബന്ധിക്കുന്ന കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും, അതിന്റെ ഡിസ്ട്രിബ്യൂഷനോ അല്ലെങ്കിൽ പ്രൊഡക്ഷനോ മറ്റു കാര്യങ്ങളോ അതിന്റെ മാർക്കറ്റിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നതായിട്ട് വ്യക്തികൾക്കൊക്കെ തീർച്ചയായിട്ടും നല്ല ഉയർച്ച ഉണ്ടാവും. വാഹന രംഗം വളരെയധികം ശോഭിക്കും എന്ന് പറയുന്നു. പ്രത്യേകിച്ച് ട്രാൻസ്പോർട്ടേഷന്റെ കാര്യങ്ങളൊക്കെ വളരെയധികം നന്നാവാൻ സാധ്യതയുണ്ട്. ട്രാവൽസ് ഒക്കെ നടത്തുന്നവർക്ക് തീർച്ചയായിട്ടും ആ മേഖലയിൽ ഉണർവുണ്ടാവാൻ സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. അപ്പോൾ പൊതുവെയുള്ള വാഹനമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വർഷം നല്ല ശോഭിക്കാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഈ ഡ്രോയിങ്, പെയിന്റിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട മേഖല വളരെയധികം നന്നാവും. പത്രപ്രവർത്തനം, ചാനൽ മുതലായിട്ടുള്ള കാര്യങ്ങൾ, ജേർണലിസം മുതലായിട്ടുള്ള കാര്യങ്ങൾ, എഴുത്തു ജോലികൾ, ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളായിട്ട് ബന്ധപ്പെട്ട ബാങ്കിങ്, നോൺ ബാങ്കിങ് ആയിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള മേഖലകൾ ഇതൊക്കെ വളരെയധികം നന്നാവാൻ ഈ വർഷം സാധ്യതകൾ കാണുന്നു. അതുപോലെ സംഗീതം, കലാ സാംസ്കാരിക മേഖലകൾ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് മേഖലകൾ, നൂതന സാങ്കേതിക വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആനിമേഷൻ മുതലായിട്ടുള്ള കാര്യങ്ങൾ,
IT വ്യവസായങ്ങളൊക്കെ ശോഭിക്കാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് വർഷം കാണുന്നു. അതുപോലെ സീ ഫുഡ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, മത്സ്യക്കച്ചവടം, വിപണനം കാര്യങ്ങളൊക്കെ വളരെയധികം നന്നാവാൻ സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് അഗ്രികൾച്ചർ മേഖല, ഫാം ഒക്കെ വളരെയധികം ശോഭിക്കുക. നാൽക്കാലി വരുവാനും ഡയറി ഫാം ഒക്കെ നടക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു സമയമായിട്ട് ഈ വർഷം കടന്നു പോകുന്നുണ്ട്. അതുപോലെ ഈ ഹോർട്ടിക്കൾച്ചറായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഓർഗാനിക് ഫുഡൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പ്രീ പാക്ഡ് ഫുഡ് പോലുള്ളതായിട്ടുള്ള കാര്യങ്ങൾ, കാറ്ററിംഗ് മുതലായിട്ടുള്ള മേഖലകൾ, ഹോട്ടൽ മേഖലകൾ, ഇതൊക്കെ വളരെയധികം നന്നാവാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നു. എല്ലാവരുടെയും വലിയൊരു മാറ്റത്തിന്റെ കാര്യങ്ങളാണ്. അപ്പൊ ഇത്തരം മേഖലകളൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് നല്ല ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാവാനുള്ള സാധ്യത പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ജനറൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ അവരവർക്ക് പറഞ്ഞിട്ടുള്ള തൊഴിൽ മേഖലകൾ സ്വീകരിക്കുക, അത് ജാതക പരിശോധന നടത്തിയാണെന്ന് കൂടുതൽ നമുക്ക് വിശദാംശങ്ങൾ അറിയാൻ പറ്റുക. മാത്രമല്ല ഈ ജാതകത്തിൽ കൂടി കടന്നു പോകുന്ന ഇപ്പൊ ദശാപഹാരങ്ങൾ നമുക്ക് വളരെയധികം അനുകൂലമാണോ, ഒരു പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ പറ്റിയ സമയമാണോ എന്ന് കൂടി നമ്മൾ പരിശോധിക്കുക. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് 100% വിജയത്തിലെത്താനായിക്കൊണ്ട് സാധിക്കും എന്നുള്ളത് നമുക്ക് കണക്കാക്കാം. ഇപ്പൊ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ കൂടെ നമ്മൾ ദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ തയ്യാറാവുക. അപ്പൊ തീർച്ചയായിട്ടും ഈ വർഷം എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ധനലാഭങ്ങളും കർമ്മരംഗത്തെ അഭിവൃദ്ധിയും നമുക്ക് നഷ്ടപ്പെട്ടു പോയതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് തിരിച്ചെടുക്കാനുള്ള ഒരു യോഗമുള്ള വർഷമായിരിക്കും മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ന് പ്രത്യേകിച്ച് കാണുന്നു. അപ്പൊ എല്ലാ ഭാഗ്യയോഗങ്ങളും ഈശ്വരാനുഗ്രഹം ഈ വർഷം വന്നു ചേരട്ടെ. ഈ അറിവുകളെല്ലാം എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്യാനും പ്രത്യേകിച്ച് മറക്കരുത്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മകരരാശിക്കാർക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അടുത്ത ഒരു നല്ല വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും എന്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.